പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്ന് ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് പോകുമ്പോൾ ശമൂവേൽ പ്രവാചകൻ തൈലക്കൊമ്പിൽ അഭിഷേക തൈലവുമായി കടന്നു വരുമ്പോൾ പോയത് മറ്റെങ്ങോട്ടുമല്ല, ഇശായിയുടെ ഭവനത്തിലേക്കാണ് പോകുന്നത്. ഇശായിയുടെ ഭവനത്തിൽ 8 മക്കളുണ്ട്. ദൈവം ശമൂവേലിനോട് പറഞ്ഞതുപോലെയാണ് ശമൂവേൽ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിതാവ് വരെ മാറ്റി നിർത്തിയ ഒരു മകനെ, സഹോദരങ്ങളാലും സ്വന്തം പിതാവിനാലും തള്ളപ്പെട്ടു പോയ ഒരു മകനെ ദൈവം വിളിച്ച്, ഇനിയുണ്ടോ നിങ്ങൾക്ക് മക്കളെന്ന് ചോദിക്കുമ്പോൾ, ഒരു മകനുണ്ട്, അവൻ ആട്ടിടയനാണ്, അവൻ ആടിനെ മേയ്ക്കാൻ പോയതാണ്. വീട്ടിലൊരു ഫംഗ്ഷൻ നടത്തുമ്പോൾ അവനെ മാത്രം വിളിക്കുന്നില്ലെങ്കിൽ അവൻ വീട്ടിൽ ഒരു പ്രയോജനമില്ലാത്തവനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബാക്കിയുള്ള മക്കളെ വിളിച്ച് വലിയ ആഘോഷങ്ങൾ ഒരുക്കി വെച്ചപ്പോൾ തൈലപാത്രം എടുത്തു, ഒന്നാമത്തവന്റെ തലയിൽ തൈലമൊഴിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം അരുതെന്ന് പറഞ്ഞു. രണ്ടാമത്തവൻ വന്നപ്പോഴും അരുതെന്ന് പറഞ്ഞു. അങ്ങനെ 7 പേരുടെ അടുക്കൽ തൈലപാത്രവുമായി കടന്നു ചെന്നിട്ട് ദൈവം സമ്മതിച്ചില്ല. പ്രിയമുള്ളവരെ, ഇനിയുണ്ടോ മക്കളുണ്ടോ എന്ന് ചോദിച്ചു. ദൈവത്തോട് ചോദിച്ചു, ഇവരാരുമല്ലല്ലോ. കർത്താവ് പറഞ്ഞു, ഒരുത്തനുണ്ട്, അവൻ കാട്ടിലുള്ളവനെ വിളിച്ച് വീട്ടിൽ വരുത്തിയിട്ട് പ്രവാചകന്റെ കയ്യിലെ തൈലക്കൊമ്പിൽ നിന്ന് അഭിഷേകത്തെ അവന്റെ തലയിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ ആരോഗ്യവാനും ബലമുള്ളവനും കഴിവുള്ളവരുടെ നടുവിൽ തള്ളപ്പെട്ടവനായ ദാവീദ് എന്ന മനുഷ്യൻ ആ രാജ്യത്തെ ഭരിക്കാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെട്ടു നിന്നെ ഒന്നിനും കൊള്ളിയാലെന്ന് പറഞ്ഞ് ആർക്കും വേണ്ടാത്ത വിധത്തിൽ നമ്മളെ മാറ്റി നിർത്തുമ്പോൾ കർത്താവ് നമ്മുടെ അടുക്കൽ വരും. കർത്താവ് പ്രവാചകനെ വിടും, കർത്താവ് സുവിശേഷകന്മാരെ വിടും, കർത്താവ് അപ്പസ്തോലന്മാരെ വിടും. കർത്താവ് വിട്ടിട്ട് വിളിക്കും, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. മീൻ മാത്രം പിടിച്ചറിവില്ലാത്ത പത്രോസിനെ വിളിച്ചതുപോലെ നമ്മളെ ഓരോരുത്തരെയും ദൈവം വിളിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാ. രാജാവായി അഭിഷേകം ചെയ്ത ദാവീദിനെ പോലെ നമ്മളെ ഓരോരുത്തരെയും കർത്താവിന് പ്രയോജനമുള്ളവരായി ഉയർത്താൻ അവൻ മതിയായ ദൈവമാണ്. ചില ബലഹീനതകളായിരിക്കാം, ചിലപ്പോൾ വിക്കുള്ളതോ, നടക്കാൻ പ്രയാസമുള്ളതോ, കാണാൻ കാഴ്ചയ്ക്ക് ഭംഗിയില്ലാത്തതോ, കണ്ണിന് കുഴപ്പമുള്ളതോ, കൈക്കും കാലുകൾക്കോ എന്തെങ്കിലും ബലഹീനതയോ കുറവോ ഉള്ളതോ, അറിവോ വിദ്യാഭ്യാസവും കുറഞ്ഞതോ, എല്ലാവരാലും തള്ളപ്പെടുന്നവരുടെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ ഓർക്കൂ, നമുക്ക് വേണ്ടി തൈലക്കൊമ്പുമായി പരിശുദ്ധാത്മാവിനെ പകരുവാൻ ദൈവം ആളയച്ചിരിക്കുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ അടുക്കൽ ദൈവം അയക്കും. ഷെണ്ടന്റെ അടുക്കലേക്ക് ഫിലിപ്പോസിനെ കർത്താവ് അയച്ചെങ്കിൽ ഇതാ നമ്മുടെ അടുക്കലേക്ക് അയക്കും. പൗലോസ് എന്ന ശാവൂലിന്റെ അടുക്കലേക്ക് അനനിയാസിനെ അയച്ചതുപോലെ നമ്മുടെ അടുക്കലേക്കും അയക്കാൻ കർത്താവിന് കഴിയും. കൊർന്നേലിയോസിന്റെ ഭവനത്തിലേക്ക് പത്രോസ് എന്ന മനുഷ്യനെ അയച്ചതുപോലെ നമ്മളെ നമ്മുടെ അടുക്കലേക്കും ആളയക്കാൻ കർത്താവിന് കഴിയും. ഒന്നെങ്കിൽ നമ്മൾ മുഖാന്തരം, അല്ലെങ്കിൽ നമ്മുടെ അടുക്കലേക്ക് ദൈവം തന്റെ പ്രവൃത്തിയെ അവിടുന്ന് പകരാൻ നമ്മൾ കർത്താവിന് ഏറ്റവും വിലയുള്ളവരാ. പ്രിയമുള്ളവരെ, യേശു കർത്താവ് വില കൊടുത്തവനാ. അവൻ തള്ളപ്പെട്ടവരുടെ നടുവിൽ നമ്മളെ ഉയർത്തുന്ന ഒരു കർത്താവ് നമ്മുടെ നടുവിൽ ഉണ്ടെന്ന് അറിയുമ്പോൾ ഈ പ്രഭാതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാം. സാമ്പത്തികമായി എല്ലാവരെക്കാളും നമ്മൾ കുറവായിരിക്കാം, കടഭാരത്തിൽ ഏറ്റവും മുകളിലായിരുന്നുവെങ്കിൽ നമ്മളെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. മറ്റുള്ളവരെ പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും നടുവിലെ എൻ്റെ കർത്തൻ
എന്നെ അഭിഷേകം ചെയ്താൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലതിനും മതിയായവനാണെന്ന് പറഞ്ഞ് അവനെ ആരാധിക്കാൻ വേണ്ടി ദൈവം ഒരുക്കിയ സമയമായി ഇന്ന്. നമുക്ക് പ്രാർത്ഥിക്കാൻ, കർത്താവേ, ഈ ഒരു അഭിഷേകവും ശക്തി എന്റെ മേലേക്ക് പകർന്നു തരണം, എന്നെ ബലപ്പെടുത്തണം, അവിടുത്തെ കൃപയാൽ എന്നെ നയിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.